എല്ലാവർക്കും നമസ്കാരം. കാനഡയിലെ ഒൻറ്റാറിയോയിലെ നയാഗ്ര ഫോൾസിലുള്ള നമ്മുടെ സുഹൃത്തായിട്ടുള്ള ജാക്സൺ ഒരു നോർത്ത് അമേരിക്കൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇന്ന് തിരിച്ചു വരികയാണ്. US കുറേ സ്റ്റേറ്റുകളും അതേപോലെ കാനഡയിലെ കുറേ പ്രൊവിൻസുകളുമൊക്കെ കവർ ചെയ്ത് 45 ദിവസത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരികയാണ്. അന്നേരം ജാക്സനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പോകുന്നുണ്ട്. ജാക്സൻ്റെ അടുത്ത് ഈ യാത്രയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട് അതിൻ്റെ എല്ലാ വിവരണങ്ങളും നമ്മുടെ ചാനലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അന്നേരം സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ സുഹൃത്ത് ജാക്സൺ ഈ 45 ദിവസത്തെ ഒരു നോർത്ത് അമേരിക്കൻ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ തിരിച്ചു വരികയാണ്. കാരണം നമ്മളെല്ലാവരും ജാക്സനെ റിസീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, Come on, guys, come on. Thank you. Come on, man. Hey, Welcome back. Thank you, guys. Okay, other bit. Yes. അടിക്കല്ലേ? എങ്ങനെയുണ്ട് യാത്രയൊക്കെ? യാത്ര സൂപ്പർ ആയിരുന്നു. ഞങ്ങൾക്കൊന്നും സത്യം പറയാൻ ഞങ്ങൾ പോകാൻ പറ്റുമെന്നുള്ള തോന്നുന്നു. ഇനി ഫ്യൂച്ചറിൽ പോകണം ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല. എങ്ങനെയുണ്ടായിരുന്നു യാത്രയുടെ ആ ഒരു വിവരണമൊക്കെ ഒന്ന് പറയണം, യാത്ര നിങ്ങളുടെ അനുഭവങ്ങൾ. മൊത്തത്തോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. പോകുന്ന വഴിക്ക് ഈ യാത്രയുടെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും നോമാഡ്, ഒരു സഞ്ചാരി എന്ന് പറയില്ലേ, നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് പല പല ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് വിശക്കുകയാണെങ്കിൽ ഫുഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പട്ടിണി കിടക്കും, അന്ന് രാത്രി എവിടെ കിടക്കും. യാത്ര ചെയ്യാനായിട്ട് ഉറക്കം വരുവാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകും. ഉറക്കങ്ങൾ പല ദിവസങ്ങള് വണ്ടിയിലായിരുന്നു. വണ്ടിക്കകത്ത് തന്നെ ടെസ്ലയുടെ സീറ്റെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ് മാതിരി ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ ബെഡും പെല്ലും സാധനങ്ങളൊക്കെ വെച്ച് താമസം അതവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ ഹോട്ടലിലുണ്ടായിരുന്നു, ചില ദിവസങ്ങൾ പരിചയക്കാരുടെ വീട്ടുകളിലായിരുന്നു, ചില ദിവസങ്ങൾ ജസ്റ്റ് അവിടെ വെച്ച് പരിചയപ്പെട്ടവന്റെ വീട്ടിൽ വെച്ചായിരുന്നു. അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് പല സുഹൃത്തുക്കളെയും പല ആൾക്കാരെയും പല ക്യാരക്ടേഴ്സിനെയും ഒക്കെ പരിചയപ്പെട്ടു. ഒരു റൈഡ് മൊത്തം തന്നെയായിരുന്നു. റിട്ടേൺ ട്രിപ്പിന് എൻ്റെ കൂടെ ഒരുത്തൻ രജയൻ, അവൻ ഫ്ലൈറ്റ് കയറി വാൻകൂവർ വന്നു. പിന്നെ അവിടെ നിന്നുള്ള യാത്രയിൽ വാൻകൂവർ, ക്യാമ്പ് ലൂപ്സ്, ജാസ്പർ, ബാൻഫ്, അതിനിടയിലുള്ള കുറെ ഓഫ് റോഡിങ് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കാൽഗറി ചെന്ന് കഴിഞ്ഞിട്ട് ലിറ്ററലി കാൽഗറി കഴിഞ്ഞ് ഡ്രംഹെല്ലർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഡ്രംഹെല്ലർ ഇസ് ദ പ്ലേസ് വേർ ദ ലാർജസ്റ്റ് ഡൈനോസർ ബോൺസ് ഉള്ളതും ലാർജസ്റ്റ് കംപ്ലീറ്റഡ് ട്രൈനോസറസ് റെക്സിന്റെ ടീറെക്സ് അറിയാലോ, അതിന്റെ ഫുൾ ബോൺസ് വെച്ചിട്ടുള്ള ശരിക്കുള്ള മ്യൂസിയത്തിലുള്ള സാധനം. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പോയപ്പോൾ ലീവ് ആയിരുന്നു, സോ എനിക്ക് അങ്ങോട്ട് കയറി ആ മ്യൂസിയത്തിനകത്ത് കയറാൻ പറ്റിയില്ല. പക്ഷെ അവിടെ നമ്മൾ എവിടെ ചെന്ന് കുഴിച്ചാലും ഒരു ഫോസിൽ കിട്ടും. ആൻഡ് യു ക്യാൻ ബൈ ഫോസിൽസ്. ഡൈനോസർ ബോൺസ് പോയി നമുക്ക് അവിടെ കടകളിൽ വെച്ച് നമുക്ക് മേടിക്കാം. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോസിൽസ് നമുക്ക് മേടിച്ചുകൊണ്ട് വരാം. അപ്പൊ അവിടെ അത് മിസ്സായി പോയി. പക്ഷെ എന്നാലും അതിലെ കൂടെ പോയി വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞേക്കുന്നത് എവിടെയും പോയി നിങ്ങൾ കുഴിക്കരുത്, കുഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ല് കിട്ടും. എല്ല് കിട്ടിയാൽ ചിലപ്പോൾ അത് വളരെ എൻഡേഞ്ചേർഡ് സ്പീസീസിന്റെ എല്ലായിരിക്കും. അത് കാരണം അത് തുടരുന്നുള്ളതായിരുന്നു അവരുടെ റൂള്. നമ്മൾ കുഴിക്കാനേ പാടില്ല. കുഴിച്ചത് ഫൈനാ. അതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുഴപ്പം. സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ഈ എന്തോരം റിസോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കി, നമ്മുടെ കാനഡയിൽ നമ്മൾ ഈ സ്ഥലം മേടിച്ചാലും നമുക്ക് ഈ ലാൻഡിന്റെ ഓണർഷിപ്പ് ഉള്ളൂ, മിനറൽ ഓണർഷിപ്പ് ഇല്ല. ഇത് കുഴിച്ചു കഴിഞ്ഞാൽ അതിനടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഓണർ നമ്മളല്ല. നമ്മൾ ക്വീൻസ് ലാൻഡ് അല്ലെങ്കിൽ കിങ്സ് ലാൻഡിൽ നിന്ന് നമ്മൾ ഈ സർഫേസ് ആണ് നമ്മുടെ ഓണർഷിപ്പ് വരുന്നത്, അതിനടിയിലുള്ളതില്ല. സോ അതായത് ഇപ്പൊ ഞാൻ സസ്കച്ചനിൽ പോയി ഒരു 10 ഏക്കർ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ചുമ്മാ നാട്ടിലെ നമുക്ക് ഇനി കുഴിച്ച് അതിനകത്ത് സാധനം എടുക്കാന്ന് പറഞ്ഞാൽ ഇല്ലീഗലാ, യു ഗോ സ്ട്രേറ്റ് ടു പ്രിസൺ. പക്ഷേ എന്തോരം ഓയിൽ ഉണ്ടെന്നുള്ളതാണ് എന്റെ കണ്ണ് തള്ളിപ്പോയിച്ചു. നമ്മൾ ഈ ഓയില് 10 അടി 6 അടി കുഴിച്ച് അവിടെ ഓയിൽ കിടക്കുന്നു. റിഫൈനറി അല്ല, അവര് ഈ ഓയിൽ വെല്ലുണ്ട്, അതിങ്ങനെ ഫുൾ ടൈം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാധനം എടുത്തതിന് ശേഷം US വിട്ട് റിഫൈൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുത്തില്ലേ. 40 ദിവസം പോയി, 45 ദിവസം പോയി, അതിനകത്ത് എക്സ്പെൻസ് എത്രമാത്രം ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞ ഇതായിരുന്നു ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്. എനിക്കൊരു ടോട്ടൽ എക്സ്പെൻസസ് മൈ ബി ബിലോ $2,000. 1.5 months എക്സ്പെൻസസ് ആണ് ഞാൻ പറയുന്നത്. ഒബ്വിയസ്ലി $2,000 കൂട്ടി പോയ 2,500, അത് കൂടുതൽ വരുന്നില്ല. ദ ഫസ്റ്റ് റീസൺ വാസ് ടെസ്ലയുടെ പെട്രോൾ റീസൺസ് വാസ് ദ മെയിൻ തിങ്. അത് തന്നെ ഏറ്റവും ലാർജസ്റ്റ് ചങ്ക് ഓഫ്. നമ്മളൊരു $80 ഒരു ഗ്യാസ് വണ്ടി നിറയ്ക്കുമ്പോൾ എനിക്ക് വരുന്ന കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു $15 ആവറേജ് ആയിരുന്നു. ഒരു $15 ആവറേജ് വെച്ചിട്ട് എനിക്കൊരു
450 to 480 കിലോമീറ്റേഴ്സ് ഓരോ ഫില്ലിങ്ങിൽ കിട്ടും. ഓക്കെ. ഞാൻ പോയ ഓരോ വീടുകളിലും അമേരിക്കയിൽ പോയ എല്ലാവരും ടെസ്ല ഓണേഴ്സ് ആയിരുന്നു. അപ്പൊ എല്ലാവരും വീട്ടിൽ ഓൾറെഡി ഫ്രീ ആയിട്ട് ഇതുണ്ട്. മിനിമം അവിടെ ഇരുന്ന് ചാർജ് ചെയ്യുമ്പോൾ $8 വെച്ചിട്ടാണ് വണ്ടി ചാർജ് ആവുന്നത് ഓൺ ആൻ ആവറേജ് കോസ്റ്റ്. അപ്പോൾ $8 ചാർജ് ആയി കഴിഞ്ഞാൽ 480 കിലോമീറ്റേഴ്സ് ആണ് 480 കിലോമീറ്റേഴ്സ് ആണ് കോസ്റ്റ്. ആൻഡ് ആ $8 നിങ്ങളുടെ കോസ്റ്റ് എന്താണ്? ഡ്രൈവറും ഫ്രീ ആ വണ്ടിക്കകത്ത്. അപ്പൊ നമുക്ക് ഡ്രൈവിംഗിൽ ക്ഷീണമില്ല, സ്പീഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നില്ല, അൺവാണ്ടഡ് ലൈൻ ചേഞ്ച് ചെയ്യുന്നില്ല, മനുഷ്യനോ വണ്ടിയോ ഈവൻ കാർ. ഞാൻ മൂസ് വന്നു, നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും. എപ്പോഴും പറയില്ലേ നമ്മൾ ഡിയർ വരുന്നത്, ആദ്യമായിട്ട് മൂസ് പോയി കറക്റ്റ് ആയിട്ട് വലിയൊരു മൂസിനെ കണ്ടു. ആ മൂസ് വലിയൊരു മൂസ് കൊടകൊടാതെ വരുന്നു, എല്ലാ റോഡിലും എല്ലാവരും സ്റ്റോപ്പ് ചെയ്യുന്നു. മൂസ് കറക്റ്റ് ക്രോസ് ചെയ്ത് വരും. നമ്മള് ദുബായിലുള്ള വലിയ ഒട്ടകം വരുന്ന മാതിരിയുള്ള സാധനം ഇടിച്ചാൽ വണ്ടിയും പോയി നമ്മളും ചത്തു. സമയത്ത് ഈ വണ്ടിക്കകത്ത് എങ്ങനെ ഉറങ്ങിയതാ എനിക്ക് മനസ്സിലാവാതെ. നമ്മളിപ്പം ഒരു ഗ്യാസ് വണ്ടിക്കകത്ത് നമ്മൾ എയർ കണ്ടീഷൻ ഓൺ ആക്കണമെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആക്കി വെച്ചോണ്ടിരിക്കണല്ലോ. അപ്പൊ നമ്മുടെ പെട്രോൾ കത്തിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ആ ഒരു ഹീറ്ററിന്റെ എലിമെന്റ് മാത്രമേ ഓൺ ആവുന്നുള്ളൂ. അല്ലെങ്കിൽ എ സിയുടെ ഹീറ്റർ മാത്രമാണെന്ന് പറഞ്ഞാൽ ലിറ്ററലി 5 days that car can go continuously just heating me on the temperature. വണ്ടി സ്റ്റാർട്ട് ആക്കാതെയോ? വണ്ടി സ്റ്റാർട്ട് ആക്കുന്നില്ല, വണ്ടി ഈസ് ഓൺ. വണ്ടി ഈസ് ജസ്റ്റ് ഓൺ. ജസ്റ്റ് അവിടെ പോയിട്ട് AC ഓൺ ആക്കിയാൽ AC മാത്രം ഓൺ ആവുന്നുള്ളൂ, വണ്ടിയുടെ വേറെ ഒരു എലിമെന്റ് ഓൺ ആവുന്നില്ല. സോ വണ്ടിക്ക് 2-3 മോഡ് ഉണ്ട്. ക്യാമ്പ് മോഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, കിടന്നുറങ്ങുമ്പോൾ യു ക്യാൻ സ്ലീപ്. ക്യാമ്പിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വെന്റിലേഷൻ ത്രൂ ഔട്ട്, നമ്മൾ ആ ക്യാമ്പ് മോഡ് ഓഫ് ആക്കുന്നവരെ. അതിനകത്ത് കാർബൺ മോണോക്സൈഡ് പരിപാടി ഇല്ലല്ലോ, അത് സ്റ്റോപ്പ് ആയോ? അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് വരുന്നില്ല. പിന്നെ ഓയിൽ ബേൺ ചെയ്യാത്തതുകൊണ്ട് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് അങ്ങനത്തെ പരിപാടികളില്ല. കംപ്ലീറ്റ്ലി ഗ്രീൻ ആണ്. നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുന്നത് പൊല്യൂഷൻ നമ്മൾ ആ വണ്ടി വെച്ച് നടത്തുന്നില്ല. എനർജി എഫിഷ്യൻസി മാക്സിമം. വണ്ടിക്കകത്ത് കിടന്നുറങ്ങുന്നു, വണ്ടിക്കകത്ത് ചാർജിങ് സ്റ്റേഷൻ കുത്തുന്ന സ്ഥലത്ത് അതിനടുത്ത് എപ്പോഴും ടോയ്ലറ്റ് ഉണ്ടാവും, റിഫ്രഷ്മെന്റ്സ് ഉണ്ടാവും. എല്ലാം ഏറ്റവും സിവിലൈസ്ഡ് റൂട്ടിൽ കൂടിയേ വെക്കത്തുള്ളൂ. എല്ലാം 50 കിലോമീറ്റർ ഓടുമ്പോൾ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും സ്റ്റക്ക് ആവത്തില്ല ഒരിക്കലും. അത് മാത്രമല്ല, പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി LA ഫിറ്റ്നസിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ മെമ്പർഷിപ്പ് ഉണ്ട് നമുക്ക്. അമേരിക്കയിലും കാനഡയിലുള്ള എല്ലാ LA ഫിറ്റ്നസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ അതിന്റെ ഗുണം എന്താ? നമ്മൾ പറഞ്ഞ മാതിരി ഒരു മാസം നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഡെയിലി രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ ഇങ്ങനെ ടൂർ പോയിക്കൊണ്ടിരിക്കുമല്ല. നമ്മൾ മനുഷ്യനാണ്, നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വീട്ടിൽ വിളിക്കാനുണ്ട്, റെസ്റ്റ് ചെയ്യാനുണ്ട്, ജോലി ചെയ്യാനുണ്ട്. അതിനിടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ഫ്രീ ഗ്യാപ്പിൽ നമ്മൾ ജിമ്മിൽ പോവും. അല്ലെങ്കിൽ ഈ ഇപ്പം ചിക്കാഗോയിലൊക്കെ പോയപ്പോൾ ഞാൻ സ്റ്റേ ചെയ്തില്ല, പക്ഷേ വണ്ടി കിടന്നുറങ്ങുന്നു. പക്ഷെ കുളിക്കണം, വാഷ്റൂമിൽ പോകണം, ഇതൊക്കെ എല്ലാ മുക്കിലും മുല്ലിലും LA ഫിറ്റ്നസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ലോഡ്ജ് എടുക്കുന്ന എന്തിനും നമ്മൾ അവസാനം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹോട്ടൽ സ്റ്റോപ്പ് ചെയ്യുന്ന ശരിക്കും ഒന്ന് ടോയ്ലറ്റിൽ പോകണം, കുളിക്കണം എന്നുള്ള കോൺസെപ്റ്റാണ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് സോൾവ് ആവും. ടെസ്ലയ്ക്കകത്ത് ഞാൻ മാത്രമല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ ആ കുഞ്ഞ് സ്കൂട്ടർ മതിയായിരിക്കും. ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തോണ്ട് പോകുന്നുണ്ട്. അതിന്റെ ടെക്നിക്കാണ് ഞാൻ പഠിച്ചത്. ഞാൻ ന്യൂയോർക്കിൽ പോയപ്പോഴത്തേക്കും പ്രശ്നം വാസ് ദാറ്റ് ഒന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ $50 $80 വെച്ച് കൊടുക്കണം. ആ ന്യൂയോർക്കിൽ നിന്ന് ഒരു പൊസിഷൻ ഒരു സ്ഥലം വരെ നമുക്ക് പിന്നെ സ്ട്രീറ്റ് പാർക്കിംഗ് ഇല്ല. പോയി വരുമ്പോഴത്തേക്കും നടന്നു വരുമ്പോൾ കിലോമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ നടക്കണം, നമുക്ക് പ്രാക്ടിക്കൽ അല്ല. പക്ഷേ ഈ സ്കൂട്ടർ വെച്ച് പോകുമ്പോഴോ സൂപ്പർ. സ്കൂട്ടറിന് 60 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. വണ്ടി പോയി സിറ്റിയുടെ നടുക്കിൽ നല്ലൊരു പാർക്ക് ചെയ്യുക, ഒരു ബാഗിൽ കുറച്ച് വെള്ളവും നമ്മുടെ ക്യാമറയും ഒക്കെ വെച്ചിട്ട് ഇറങ്ങുന്നു, സ്കൂട്ടറിൽ പോകുന്നു. എല്ലാ സ്ഥലങ്ങളും കൂടെ നമുക്ക് ഈ നടക്കുന്ന എഫക്ട് കിട്ടും. സ്കൂട്ടറിൽ സ്പീഡ് എലിമെന്റ് കംപ്ലീറ്റ് ചെയ്യും, ക്ഷീണമില്ല, കിലോമീറ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. വാൾമാർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല നമുക്കൊന്ന് എവിടെ സംഭവത്തിലൊന്നും. വാൾമാർട്ട് പോലുള്ള ഗ്രോസറി സ്റ്റോറുകളിലോ അല്ലെങ്കിൽ അത് പോകുന്ന സിറ്റികളിലെല്ലാം വാൾമാർട്ട് ഉണ്ട്. പക്ഷെ വാൾമാർട്ടിൽ പോയി നമുക്ക് കുളിക്കാനോ അങ്ങനെ നമ്മളൊരു ഇപ്പം ഞാൻ സ്കൂട്ടറിൽ പോകുമ്പോൾ നമുക്ക് അത് കംഫർട്ടബിൾ അല്ല. പക്ഷെ LA ഫിറ്റ്നസിൽ പോകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ആണ്. ഞാൻ സ്കൂട്ടറിൽ പോയാലും മെമ്പർ സ്കാൻ ചെയ്യുമ്പോഴേക്കും യു ക്യാൻ പാർക്ക് യുവർ സ്കൂട്ടർ ദർ, പുട്ട് ഇറ്റ് ഫോർ ചാർജിങ്. ഐ ഗോ വിത്ത് മൈ ബാഗ്, ഐ എം കംപ്ലീറ്റ്ലി സേഫ്. എല്ലാ കുളിയും പാസ്സൊക്കെ ആയി കഴിഞ്ഞ് എന്റെ സ്കൂട്ടർ ചാർജ് അവർ ഫ്രീ ആയിട്ട് തരും. അതും ചാർജ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് എന്റെ വണ്ടിയിലോട്ട് പോകും. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എലിമെന്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ കുറെ സേവ് ചെയ്തു. പക്ഷെ അത് എത്ര കിലോമീറ്റർ സ്പീഡ്? 30 കിലോമീറ്റർ പെർ അവർ 30 കിലോമീറ്റർ. പിന്നെ എല്ലാ സിറ്റിയിലും ബൈസൈക്കിൾ ലൈൻ ഉണ്ട്. നമുക്ക് ഇതിന് വേണ്ടി വെച്ചേക്കുന്ന ലൈൻ ഉണ്ട്. സോ കാർസിനെക്കാളും പ്രയോറിറ്റി നമുക്കാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കവർ ചെയ്യും. ആൻഡ് എല്ലാ മുക്കിലും ജില്ലയിലും കൂടെ പോകുമ്പോൾ നമുക്ക് കുറെ വട്ടന്മാരെ കാണാം, ആ സിറ്റിയിലെ വൈൽഡ് ലൈഫ് കാണാം, ഐലൻഡ്സ് കാണാം, ലോക്കൽ വൈബ് കിട്ടും, ക്ഷീണിക്കാണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് കവർ ചെയ്യാൻ പറ്റി. അപ്പൊ അത് അതിന്റെ ഒരു ബ്യൂട്ടി ആയിരുന്നു. കൊണ്ടുപോയി സ്കൂട്ടർ. ഓ വെരി ഗുഡ്. ഇന്നലെ 2 ദിവസം മുമ്പ് വേറെ സ്ഥലത്ത് കണ്ട് ഊബർ ഡ്രൈവറെ കണ്ടപ്പോഴത്തേക്കും ഒറ്റയടിക്ക് കണക്ഷൻ മലയാളികളുടെ ചക്ക ആ നാട്ടില് ഒരു സഞ്ചാരി ലിറ്ററലി ഐ വാസ് ഷോക്ക്ഡ് അറ്റ് ദാറ്റ്. ഓൾറെഡി ഒരാളോട് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് വേറെ ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളാണോ ആ സഞ്ചാരി, ആ കൺട്രി ക്രോസ് കൺട്രി ഡ്രൈവ് ചെയ്യുന്നത് ആ കുഞ്ഞു നാടില്? അപ്പൊ തന്നെ അത് പാട്ടായി. അപ്പൊ ഐ വാസ് ലൈക്ക് ഓക്കെ, ലൈക്ക് ഐ ഫെൽറ്റ് ഫണ്ണി ഓൺ ഇറ്റ് അറ്റ് ദ സെയിം ടൈം. പക്ഷെ വണ്ടി സൗണ്ട് കേട്ടപ്പോ എന്താ തോന്നിയത്?
ഏത് സൗണ്ട്? ആ മറ്റേ താഴെ പട്ടപ്പട്ട. ഓ പട്ടപ്പട്ട സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ട്രാവലിംഗ് തീർന്നു, റിട്ടേൺ പോകേണ്ട സമയമായി. ആൻഡ് ഓൾറെഡി നമ്മുടെ ടവിങ്ങിനെ വിളിക്കാനുള്ള എല്ലാ തോട്ട്സും തലയിൽ ഓൾറെഡി കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. പക്ഷെ ആ 2 ചെക്കന്മാര് വന്ന് എന്റെ പേര് ചോദിച്ചില്ല, അവര് ജസ്റ്റ് വന്ന് സംഭവം സഹായിച്ചു, പൊട്ടിച്ചു തന്നു. യു ആർ ഓൺ യുവർ വേ, കെട്ടിപ്പിടിച്ച് എന്റെ ഇന്ന് പൈസ മേടിക്കാണ്ട് പറഞ്ഞു. വിഷ് യു ഗുഡ് ലക്ക്, ട്രാവൽ, ഗോ മീറ്റ് യുവർ സിസ്റ്റർ, എൻജോയ് യുവർ സേഫ് ട്രിപ്പ്. ആ പക്ക കനേഡിയൻസ്. പിന്നെ ചോദിച്ചിട്ട് പറഞ്ഞു ഒരിക്കലും കനേഡിയൻസ് അത്രയും വെള്ളക്കാർ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലമല്ല അവിടെ. പക്ഷെ അവന്മാര് വന്ന് ഞാൻ പൈസ എടുത്തിട്ട് അവർ പൈസ നോ കീപ് ഇറ്റ്, എൻജോയ് യുവർ ട്രിപ്പ് ടു യുവർ സിസ്റ്റേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞ് നമ്മൾ വെസ്റ്റ് വിഷ് വിട്ട് ഗുഡ് ലക്ക് പറഞ്ഞ് നമ്മൾ കയറ്റി വിട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ കിളി പോയി. പക്ഷെ അതൊരു ഗോഡ് ബ്ലെസ്സിങ് ആയിരുന്നു. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അവിടെ എത്തി. നമ്മളിപ്പം കാനഡയെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് സോ ഹ്യൂജ്. ആ ഓരോ മൂവ്മെന്റും നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ ലാൻഡ്സ്കേപ്പ് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും. സോ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഞാൻ വാൻകൂവർ ഐലൻഡ് ആൻഡ് വാൻകൂവർ ലാൻഡ്സ്കേപ്പ് സിമിലർ ആണ്. പക്ഷെ വാൻകൂവർ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ആണ്. അതൊരു നമ്മൾ ദ്വീപവാസികൾ എന്ന് പറയുന്ന ലക്ഷദ്വീപ് പോകുന്നു. പക്ഷെ അവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ ഒരു ഫീൽ പോലും ഇല്ല. ദേ ഫീൽ ദേ ആർ വെരി മച്ച് റിലേറ്റഡ് ടു കാനഡ. ആൻഡ് അതൊരു പണ്ട് ബ്രിട്ടീഷുകാരിലെ റിച്ച് ആൾക്കാർ വന്നായിരുന്നു വാൻകൂവർ ഐലൻഡിൽ കൊണ്ടുപോയി സെറ്റിൽ ആയിക്കൊണ്ടിരുന്നത്. സോ അത് കണ്ടാൽ ഇപ്പോഴും ഒരു ലണ്ടൻ ഫീൽ മാതിരിയാണ്. അവർക്കാണെങ്കിൽ മെയിൻലാൻഡായിട്ട് കണക്ട് ചെയ്താൽ അവർ പറയുന്നത് ഇവരെല്ലാരും കൂടെ കയറി വരും, അത് കാരണം ഇവർക്ക് അവിടെ വേണ്ടാന്നുള്ളതാണ്. പക്ഷെ അവിടെ മലയാളികളുണ്ട്, സിറുമലബാർ കുർബാനയുണ്ട്, കട്ടയ്ക്ക് അവിടെ ഗുഡ് ഫ്രൈഡേക്കും കാര്യങ്ങൾക്കൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അത്രയും വ്യാപിച്ച് അവിടെ വരും പോയിട്ടുണ്ട് വാൻകൂവർ ഐലൻഡില്. അവിടെ ഒരു എത്തണമെങ്കിൽ വേർ 1.5 hours ഫ്രം ജങ്കാർ ട്രിപ്പ്. ഒരു ഫെറി പിടിച്ചു പോകണം 1.5 മണിക്കൂർ. വണ്ടി ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ $110 ഒരു ഇത് കൊടുക്കണം. ബ്രിഡ്ജ് അവർ പണിയത്തുമില്ല, ഫെറി ബോട്ടാണ്. അങ്ങനെയാണ് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ അവിടെ നിന്ന് അങ്ങ് വാൻകൂവറിൽ നമ്മൾ ക്യാമ്പ് ലൂപ്സ് ഒക്കെ പോയി വരുമ്പോഴത്തേക്കും സഡൻലി കുറച്ച് ഡെസേർട്ട് ഏരിയ ഉണ്ട്. പിന്നെ നല്ല ജാസ്പർ ഒക്കെ പോകുമ്പോൾ മൗണ്ടൻസ്, റോക്കീസ്. അതാണ് കാനേഡിയൻ റോക്കീസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഹിമാലയസിന്റെ ഇക്വലന്റ് ആണ് കാനേഡിയൻ റോക്കീസ്. ആൽബർട്ടല്ലേ ജാസ്പർ ബ്രിട്ടീഷ് കൊളംബിയയുടെ എൻഡ് ക്രോസ് ജസ്റ്റ് ഒരു കട്ട് ചെയ്യുന്ന വടെയാണ് ജാസ്പർ ഉള്ളത്. പക്ഷെ ലാൻഡ്സ്കേപ്പ് അതെല്ലാം സെയിം ആണ്. യെസ്, ജാസ്പർ ഇസ് ഇൻസൈഡ് ആൽബർട്ട, ബട്ട് ഇറ്റ് ഇസ് ദ ബോർഡർ ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ, ബട്ട് ലാൻഡ്സ്കേപ്പ് ഇസ് സെയിം. സോ നമ്മുടെ ഹാരിയൊക്കെ ഹണിമൂൺ വന്നവിടെ ഹരിയോ പ്രിൻസ് ഹരി അല്ല ഹാരി പ്രിൻസ് ഹാരി. ഞാനിവിടെ ഹണിമൂണിന് അവിടെ പോയത്. ഞാൻ പോയത് ഞാനറിയാതെ ഞാൻ എങ്ങനെ ജാസ്പറിൽ നമ്മള് പോയത് കൊല്ലം അഷ്ടമുടിക്കായല്ല നമ്മള് അഗൈൻ നിങ്ങളോട് കൂടെ പറയാം, നമ്മളാ ബാൻഫ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു ലൈൻ ഇട്ട മാതിരിയാ. സഡൻലി മൗണ്ടൻസ് സ്റ്റോപ്പ് ആൻഡ് ദെൻ ഫ്ലാറ്റ് ലാൻഡ് ഹിറ്റ്സ്. ആ വിഷ്വൽ തന്നെ യു ഫീൽ ലൈക്ക് പുറകോട്ട് നോക്കുമ്പോൾ ഫുൾ ഇതുണ്ട്, പിന്നെ ഇവിടെ മൊത്തം ഫ്ലാറ്റ്. അല്ലാണ്ട് ഒരു രീതിയിൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നു എന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ട് മൗണ്ടൻ സ്റ്റോപ്പ് ചെയ്യുന്നു, പിന്നെ ഫ്ലാറ്റ് ലാൻഡ്, പിന്നെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓഫ് ഫ്ലാറ്റ് ലാൻഡ്. കുറേ ഡെസേർട്ടഡ് ഗ്രാസ് ലാൻഡ് ആണ്. അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞ മാതിരി ഇതിന്റെ ഡൈനോസർ ബോൺസും ഓയിലിന്റെ സംഭവങ്ങളും കണ്ടാൽ ഒന്നുമില്ല, വാട്ട് ഇസ് ദിസ് മരുഭൂമിയാന്ന് വിചാരിക്കും. പക്ഷെ എല്ലാ വെൽത്തും ജസ്റ്റ് അണ്ടർനീത്ത് ഒരു 6-10 അടി കുഴിച്ചാൽ ബ്ലാക്ക് ഓയിൽ അങ്ങനെ ഇഷ്ടം പോലെ കിടക്കുവാണ്. സോ അതൊരു ഫുൾ വ്യൂ. അപ്പൊ അങ്ങനെ പ്രേരി ലാൻഡ്സ് കുറെ പോകുമ്പോഴേക്കും നമ്മള് ഈ ബൈസൺ ഒക്കെ കണ്ടിട്ടില്ലേ, വലിയ മുട്ടൻ ബൈസൺസ്. ഓ ഈ ഇതിന്റെ വലിപ്പമുണ്ട്, ടേബിളിന്റെ വലിപ്പത്തിനെക്കാളും സാധനമാണ്. കാട്ടുപോത്തിന്റെ വേറെ സാധനമാണ് ബൈസൺ. കാട്ടുപോത്തിനെക്കാളും വലുത് എന്റെ പൊന്നേട്ടാ, ഭയങ്കര ബിഗ് മൂസിന്റെ വലിപ്പമുണ്ട് ബൈസണ്. ആൻഡ് ആ സാധനം ഡേഞ്ചറാ, ഒരു ബുദ്ധിയില്ല. അത് വൈൽഡ് ആനിമൽ ആണ്, ഒരു ബുദ്ധിയില്ല. പക്ഷെ ഇഷ്ടം പോലെ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറച്ചി. അതില് ഇറച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ കഴിക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു, തേള്. അത് ഞാൻ വേറെ രാജ്യത്ത് പോയപ്പോ കഴിച്ചത്. ഞാനതൊരു ഓർമ്മയ്ക്കായി കൊണ്ട് നട്ടു. ഞാൻ നീ ഇവിടെ പോയപ്പോ അതും കിട്ടിയ ഏഷ്യൻ കൺട്രി പോയപ്പോ പറ്റിയത്, അല്ലാണ്ട് പഴയ ചരിത്രങ്ങളാണ്. പിന്നെ ബൈസൺ ലാൻഡ് ഉണ്ടായിരുന്നു. ലിറ്ററലി നമുക്ക് ഈ നേറ്റീവ് ഇന്ത്യൻസിന്റെ ടീപ്പീസ് ഒക്കെ ഉണ്ടല്ലോ, അവരങ്ങനെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഗ്രാസ് ലാൻഡ്സിൽ അവരിങ്ങനെ, ഞാൻ ഹിസ്റ്ററി പഠിച്ച സ്റ്റോറീസ് ആണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ കാണും. ഞാൻ ഈ US അമേരിക്കൻ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം പോകുമ്പോൾ അത് കാണുമ്പോൾ അതിനൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഈ ബൈസൺ കൂട്ടത്തിനിടയിൽ ഇവര് ഈ ഫോക്സിന്റെ സ്കിന്നൊക്കെ വെച്ചിട്ട് താഴെ ക്രോൾ ആൻഡ് ഗോ. കയ്യിലൊരു സ്പീർ ഉണ്ടാവും. ഇതുങ്ങളെല്ലാം ഒരുമിച്ചിരിക്കുക, ഹ്യൂമൻ ആയിട്ട് വന്നാൽ മണം വരും. സോ ദേ പുട്ട് ദ ഫോക്സ് ഇൻ ദ സ്കിൻ മാതിരി ആൻഡ് ദേ വിൽ ക്രോൾ ഡൗൺ
ആൻഡ് അതിന് അടി കയറിയിട്ട് ആ ഹാർട്ടിലോട്ട് ഇങ്ങനെ ഒരു പുഷ് കുത്തി കയറ്റി കഴിയുമ്പോഴത്തേക്കും ഇത് പിടയ്ക്കും, ഫുൾ ബൈസൺ ഗ്യാങ് പിടയ്ക്കും, എല്ലാവരും കൂടെ ഓടാൻ തുടങ്ങും. പിന്നെ ഒരു മാച്ച്, പക്ഷെ അതിന് കുത്തിയവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിലോമീറ്റർ കഴിഞ്ഞിട്ടാണെങ്കിൽ ചത്ത് കിട്ടും. അങ്ങനെയാണ് ബൈസണിനെ എടുത്ത് ഇവര്. ഇത് കഴിഞ്ഞാൽ ഓടുമ്പോ ചവിട്ടിയല്ലേ നിങ്ങൾ? ഞമ്മളല്ല, ഞാൻ നേറ്റീവ് ഇന്ത്യൻസ് കുത്തുന്ന പിടിക്കുന്ന അവരങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. അത് ഫസ്റ്റ്. പിന്നെയാണ് ഈ വൈറ്റ് ആൾക്കാർ വന്നിട്ടാണ് അവർക്ക് ഹോഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. പിന്നെയാണ് ഹോഴ്സിന്റെ പുറകെ വന്നിട്ടുള്ള, ഹോഴ്സിന്റെ കുതിരമേലെ വന്നിട്ടുള്ള അറ്റാക്ക്. പിന്നെ വൈറ്റ് പീപ്പിൾ അവർക്ക് ഗൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവര് ഹോഴ്സിന്റെ മേലെ ഗണ്ണും കൊണ്ട് വന്നിട്ട് ഷൂട്ടിംഗ് ചെയ്യാൻ തുടങ്ങിയത്. സോ ഇതൊക്കെ 1700s 1600s സ്റ്റോറിയാണ്. ഇവിടെ കാനഡയുടെ നോർത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്ക് എങ്ങനെ ഇപ്പോഴും ജീവിക്കുന്നത്? No, they are, yeah. Fly in the way. ഇതൊരു ഓവർവ്യൂ മാത്രമാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അത് കാണണം. സ്റ്റേ ട്യൂൺഡ്.